എന്നാലും നമുക്ക് ഇനി ഒരു അപൂർവങ്ങളിൽ അപൂർവമായ ആചാരത്തെയും അനുഷ്ഠാനങ്ങളെയും ഒക്കെ പിന്തുടരുന്ന ഒരു ക്ഷേത്രത്തിൻ്റെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ കാന്താരയെക്കുറിച്ച് സംസാരിക്കാം അല്ലേ. അപൂർവങ്ങളിൽ അപൂർവമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളും ഇഴചേർന്നതാണ് മുണ്ടക്കയം പുഞ്ചവയലിലെ കോപ്പാറ ദേവീക്ഷേത്രത്തിലെ മഹോത്സവം. വന്യമൃഗങ്ങൾ വിഹരിക്കുന്ന ഘോരവനത്തിലെ ചെങ്കുത്തായ കോപ്പാറ മലമുകളിൽ നടക്കുന്ന അതിവിശിഷ്ടമായ ഉത്സവം കാട് അറിഞ്ഞുള്ള ഒരു ജനതയുടെ ആത്മാവിനെ തൊടുന്ന ഹൃദയയാത്ര കൂടിയാണ്. ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ കേരളത്തിന്റെ കാന്താര. പുറം ലോകം അധികമറിയാത്ത ഈ അപൂർവ പൈതൃക കാഴ്ച അരുൺ കൊടുങ്ങൂരും ശില്പ ശിവയും നമുക്ക് വേണ്ടി പരിചയപ്പെടുത്തുകയാണ്. നമസ്കാരം. പെരിയാർ ടൈഗർ റിസർവിന്റെ ഉള്ളിലുള്ള ഒരു ദേവീക്ഷേത്രം. വർഷത്തിലൊരിക്കൽ മാത്രം തുറക്കുന്ന ക്ഷേത്രമാണ് ഇത്. ആ ക്ഷേത്രത്തിലേക്കുള്ള വഴിയിലാണ് ഞാനും അരുൺ ചേട്ടനും ഉള്ളത്. എനിക്ക് തോന്നുന്നു നേരം ഇരുട്ടി തുടങ്ങി, ഇനിയാണ് ആ യാത്ര തുടങ്ങുന്നത് എന്നുള്ളത് തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത അല്ലേ. ശരിക്കും അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ജനതയുടെ ഒരു മഹോത്സവം, മലയറിയ സമുദായത്തിൽപ്പെട്ട ഒരു നാടിൻ്റെ ഒരു ജനതയുടെ ഒരു മഹോത്സവമാണ്. അരുൺ ചേട്ടാ, നമുക്ക് ഇപ്പൊ ചെറുവള്ളി ക്ഷേത്രത്തിൽ നിന്ന് തുടങ്ങിയതാണ് അവിടുത്തെ കോമരം, ഇവിടെ കോപ്പാറ ദേവിയുടെ അടുത്തേക്കുള്ള വരവ്. അപ്പൊ അതിന് പിന്നിലും ഒരുപാട് കഥകളുണ്ട്. അല്ലെങ്കിൽ ശബരിമല പോലുള്ള ഒരുപാട് ക്ഷേത്രങ്ങൾ, കാനന ക്ഷേത്രം എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ ആരും അറിയപ്പെടാതെ പോകുന്ന ഒരുപാട് വിശ്വാസം, ആ ഒരു വലിയ സത്യം, അവർ ആ പ്രകൃതിയായിട്ടുള്ള ആ ഇഴവിരിയാത്ത ബന്ധത്തെക്കുറിച്ച് പറയുന്നത് വെച്ചാൽ പോകുന്ന വഴി കണ്ടില്ലേ, ശരിക്കും ഒരു മല കയറുകയാണ്. കാടിന് നടുവിലൂടെയാണ് ഈ ഒരു മല കയറ്റം. ഈ ഐവർകളി നമ്മൾ ഒരുപാട് സ്ഥലത്ത് കോട്ടയം ഭാഗത്ത് കാണാറുണ്ട്. പക്ഷെ എനിക്കോട് അതിനൊരു ഉത്ഭവവുമായി ബന്ധപ്പെട്ടിട്ട് കോപ്പാറയ്ക്ക് അതിനൊരു ബന്ധമുണ്ടെന്ന് തോന്നുന്നു അല്ലേ. തീർച്ചയായും ഇവിടുത്തെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഐവർകളി സംബന്ധിച്ച് അതൊക്കെ തന്നെ വിശദമായി ആ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷ്വൽ ട്രീറ്റ് ആണ് ഈ ഒരു ഐവർകളി. കാരണം ഇവരുടെ ഒരു ഭക്തി, വിശ്വാസം അതൊക്കെ തന്നെ പ്രതിഫലിക്കുന്ന പഞ്ചപാണ്ഡവന്മാരുമായി ബന്ധപ്പെട്ട് ഒരു വലിയൊരു ഐതിഹ്യം തന്നെയാണ് ഇതെന്നുള്ള കാര്യത്തിൽ ഒരു തരത്തിലുള്ള സംശയമില്ല. പ്രകൃതിയെ തന്നെ ഭഗവതിയായിട്ട്, ദേവിയായിട്ട്, ദൈവമായിട്ട് ആചരിക്കുകയാണ്. അതുതന്നെയാണ് ഇപ്പോൾ കോപ്പാറ ഭഗവതിയെ നമ്മൾ കാണുന്നത്. മുൻ തലമുറകളുടെ അവരുടെ വലിയൊരു അനുഗ്രഹമുണ്ട്. പിന്നെ നമ്മുടെ മലദൈവങ്ങളുടെയും വനദേവതകളുടെയും എല്ലാം നമുക്ക് അനുഗ്രഹമുണ്ട്. ആ ഒരു ശക്തിയാണ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മളെ സത്യത്തിൽ നമ്മളെ അവിടെ കൊണ്ട് വയ്ക്കുന്നത് പോലെ പലപ്പോഴും തോന്നും. ഭഗവതി കാർപ്പാർപ്പ് എന്ന് പറഞ്ഞിട്ട് ആ ആർപ്പിലൂടെയുള്ള ഊർജം അവർ തന്നെ ശേഖരിക്കുകയാണ്. അത് പണ്ട് കാലത്തും, ഇപ്പോ ഇത് ചെറിയ മലയാണ്, ഇത് ശബരിമലയിലെ 18 മലകളിൽ ഒരു മലയാണ്. ഈ 18 മലകളിലും ഓടിക്കളിച്ച് നടന്നു വരുന്നവരാണ് നമ്മുടെ പൂർവികരെല്ലാവരും. ജനം ടീമിനെ വിളിക്കുമ്പോൾ തന്നെ പറഞ്ഞത് കാന്താര എന്ന് പറയുന്നൊരു സിനിമയല്ല, യഥാർത്ഥത്തിൽ ഇന്നും ജീവിച്ചിരിക്കുന്ന ഒരു ജനതയുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും തന്നെയാണ്. അപ്പോൾ ഇത് പുറം ലോകം ഒന്ന് അറിയേണ്ട ആവശ്യം കൂടിയുണ്ട്. കാരണം പണ്ട് കാലത്ത് എങ്ങനെയായിരുന്നു നമ്മുടെ ജീവിതം, എങ്ങനെയായിരുന്നു നമ്മൾ ആരാധന നടത്തിയിരുന്നത്, എങ്ങനെയാണ് പ്രകൃതിയെ നമ്മുടെ സത്യത്തിൽ മനസ്സിലേക്ക് ആവാഹിച്ചുകൊണ്ടാണ്. കാരണം നമ്മുടെ ഓരോ നടപ്പിലും നമ്മുടെ ജീവിതത്തിലും എല്ലാം ഇതുണ്ടായിരുന്നു. കാരണം ഒരു വനത്തിനുള്ളിൽ താമസിക്കുമ്പോൾ പലപ്പോഴും വീട്ടിലെ പുരുഷന്മാർ വനവിഭവങ്ങൾ ശേഖരിക്കാൻ ഉൾക്കാട്ടിലോട്ട് പോകും, തേനൊക്കെ ശേഖരിക്കാൻ ഉൾക്കാട്ടിലോട്ട് പോകും, നായാട്ടിന് പോകും. വീട്ടിലെ സ്ത്രീകൾ മാത്രമാണ് വീടുകളിൽ. ആ ഒരു കറണ്ട് പോലും ഇല്ലാത്ത ഉൾവനത്തിലെ വീടുകളിൽ അല്ലെങ്കിൽ കുടിലുകളിൽ നമ്മുടെ അമ്മമാർ ഇരുന്ന ആ സമയത്ത്, കയ്യിൽ വാക്കത്തേക്കാട്ട് ഇരുന്ന സമയത്ത് അവരുടെ ശക്തിയും ഊർജ്ജമെന്ന് പറയുന്ന ഇത്തരം വിശ്വാസങ്ങളായിരുന്നു. അപ്പോൾ ആ വിശ്വാസങ്ങളെ ഇപ്പോഴും മുറുകെ പിടിക്കുന്നു. അതിങ്ങനെ തുടർന്നുകൊണ്ട് പോകുന്നത് കാണുന്നൊരു വലിയ സന്തോഷം.
ചെറുപ്പത്തിലൊക്കെ ഞങ്ങൾ ചോറുംപൊതി കെട്ടിയാണ് ഞങ്ങളിവിടെ വന്നുകൊണ്ടിരുന്നത്. അന്നൊന്നും ഇത്രയും വികസനമൊന്നും ഇല്ലായിരുന്നു. എന്നാലും ഞങ്ങൾ ആ മല കയറി ഇവിടെ വന്ന അമ്മയുടെ സാന്നിധ്യം ഇവിടെ ഞങ്ങൾ അനുഗ്രഹം മേടിച്ചാണ് ഞങ്ങൾ തിരിച്ചിറങ്ങി പോകുന്നത്. ആ അനുഗ്രഹത്തിൻ്റെ അത് നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്നുണ്ട്. ഈ പ്രാവശ്യം അതുപോലെ തന്നെയാണ് വന്നിരിക്കുന്നത്. അന്ന് ലൈറ്റോ വെട്ടോ അങ്ങനെ ഒരു പരിപാടിയില്ല. പിന്നെ സാധാ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇവിടെ വന്ന് വെള്ളം കൂടി വെക്കുക, അതുപോലെ വഴിപാടുകൾ, കോഴി നേർച്ച, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം എന്നും ആ ഒരു ടൈമിൽ ഇവിടെ വരികയും അമ്മയുടെ സാന്നിധ്യം നമ്മളത് നേരിട്ട് കാണുകയും ഉള്ള കാര്യങ്ങളെല്ലാം നമ്മൾ വഴിപാടുകളെല്ലാം നടത്തുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തേക്കാൾ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. ആൾക്കാർ ഓവറാണ്. അതായത് പകലൊക്കെ ഒരുപാട് ആൾക്കാർ വന്നു പോയി. ഇത്രയും ആൾക്കാർ വരുന്നുണ്ട്. കാരണം ഒരു വിശ്വാസമുണ്ട്, നമ്മളിവിടെ നേർച്ച നടന്നു കഴിഞ്ഞാൽ ആ ഒരു ഫലം കിട്ടുന്നുണ്ട്. ആയിരം വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ പൂർവികർ കരിമലയിൽ അധിവസിച്ചവരായിരുന്നു. ഈ പൂർവികർ അവിടെ നിന്നും അനേകം ആയിരം വർഷങ്ങൾക്ക് മുമ്പ് വസൂരി വരികയും അതിനെ പാലായനം ചെയ്ത് മറ്റ് മലകളിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട്. ഈ 18 മലകളുടെ ഐതിഹ്യം ശബരിമലയുടെ 18 പടികളാണ് ഞങ്ങൾ ആചരിക്കുന്നത്. അതിലെ ഒന്നാമത്തെ പടി മലയരയന്മാരുടെയാണ്. അതോടൊപ്പം തന്നെ കോപ്പാറമല 18 മലകളിൽ ഒന്നാണ്. ഈ കോപ്പാറമലയിൽ വസിച്ചിരുന്ന മലയരയന്മാർ ഇവിടെ നിന്നും പലായനം ചെയ്ത് കോസടി, കൊമ്പുകുത്തി എന്ന പ്രദേശങ്ങളിൽ ഇപ്പോൾ താമസിക്കുന്നു. ഒന്ന് ദേവി എന്ന് പറഞ്ഞാൽ ദുദ്രഭാവത്തിലുള്ള ദേവി. രണ്ടാമത്തത് വെള്ളം കൂടി വയ്ക്കുന്ന കാർന്നവന്മാർക്കാണ്. മല ദൈവങ്ങളായിരുന്ന കാർന്നവന്മാർക്ക് ഞങ്ങളവിടെ വെറ്റിലയും പാക്കും വെള്ളം കുടിയും വെക്കും. അവിടെ മദ്യവും ഒക്കെ വെക്കുമായിരുന്നു. പണ്ട് കാലങ്ങളിൽ കോഴി വെട്ടുകയും കോഴിയെ പറപ്പിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. ഇന്നിപ്പോൾ നമ്മൾ അതൊന്നും ചെയ്യാറില്ല. ഇപ്പം നമ്മൾ രാവിലെ ഈ കളിയും പാട്ടുമൊക്കെ നിർത്തി ഒരു 6 മണിയോടുകൂടി ഊരാഴ്മ അവിടെ ഒരു ചുണ്ണാമ്പൊക്കെ കലക്കിയുള്ള ഒരു ഇതാണ് നമ്മൾ ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പണ്ട് കാലങ്ങളിലെ കാരണവന്മാരായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഈ കേരളത്തിന്റെ കാന്താര എന്നെ സംബന്ധിച്ച് പുതിയൊരു അറിവാണ്, പുതിയ കാഴ്ചകളാണ്. ദൃശ്യങ്ങൾ ഏറെക്കുറെ സമാനവുമാണ്. ഒരു രാത്രി അന്തരീക്ഷം, നിലവിളക്ക്, അതിൽ മാത്രമുള്ള വെളിച്ചം, കാട് ഒക്കെയുണ്ട്. ആ ഒരു സംഗീതം കൂടി ആയപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു കിടുക്കിയല്ലേ.